പിന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള സമയത്ത് മെഡിറ്റേഷൻ നമ്മുടെ കഴിഞ്ഞിട്ടുള്ള പകലുള്ള സമയം ബാക്കി ഇങ്ങോട്ട് ലൈഫില് ഒറ്റയടിക്ക് പറ്റില്ല കേട്ടോ. വളരെ പതുക്കെയാണ് നമ്മൾ ഇതിലേക്ക് കടന്നു വരിക. അങ്ങനെ ചെയ്താലും മതി. നമ്മൾ ഒറ്റയടിക്ക് മലമറിക്കാനുള്ള നമ്മുടെ മൈൻഡിൽ എന്ത് സംഭവങ്ങളായിരുന്നാലും, കാരണം നമ്മുടെ പ്രശ്നങ്ങള് ബുദ്ധിമുട്ടുകളെല്ലാം വന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണ് അല്ലെ? ഒരുപാട് കാലത്തെ പ്രശ്നങ്ങളാണ്. ഒരുപാട് സമയം ഒത്തുകൂടിയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ അതിനെ ഓരോന്നായിട്ട് എടുത്തു കളഞ്ഞ് ക്ലിയർ ആക്കിയാലേ കറക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും ക്ലിയർ ആവുകയുള്ളൂ. അപ്പൊ മൈൻഡ്ഫുൾനെസ് ഞാൻ കഴിഞ്ഞ സെഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫില് നമ്മുടെ ജീവിതത്തിൽ അധിക കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ബോധപൂർവമല്ല. നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് അങ്ങനെ വന്നു ഇങ്ങനെ വന്നു അങ്ങനെ ലൈഫ് പോകുന്നത്. അങ്ങനത്തെ കുറെ സംഭവങ്ങളില് നിങ്ങൾ രാവിലെ എണീറ്റ് ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവരിക. അതിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക നമ്മൾ ബോധപൂർവം. അതിനെയാണ് ശരിക്കും നമ്മൾ സിംപ്ലി മൈൻഡ്ഫുൾനെസ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ എക്സ്ട്രോസെപ്റ്റീവ് പുറത്തേക്കുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അതാണ്. അതിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ജസ്റ്റ് കമന്റ്. ടോപ്പിക് ശ്രദ്ധിച്ചിരുന്നോ? ഫിയർ, ആരോഗ്യത്തെ കുറിച്ചുള്ള ഭയം. എനിക്ക് അസുഖങ്ങൾ വരുമോ, എനിക്ക് പല ടൈപ്പുള്ള അസുഖങ്ങൾ വരുമോ എന്നുള്ള പേടി, ഭയം. ഓക്കെ നദീറ, ആരോഗ്യ ഭയം. പലതരത്തിലുള്ള അസുഖങ്ങൾ പ്രധാനമായിട്ട് ഞാൻ അതിന് മുന്നത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ട് അസുഖങ്ങളാണ് പ്രധാനമായിട്ടും അധിക ആൾക്കാർക്കും ഭയമുള്ളത്, പേടിയുള്ളത്. ഒന്നാമത്തെ ഉള്ളത് ക്യാൻസർ ആണ്. ക്യാൻസർ. രണ്ടാമത്തെ ഉള്ളത് ഫിയർ അബൌട്ട് ഹെൽത്ത്. ഓക്കെ, അസുഖങ്ങളാണ്. അസുഖങ്ങള് വരുമോ എന്നുള്ള പേടി. അതേപോലെ തന്നെ ഹാർട്ട്, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുമോ എന്നുള്ള പേടി. ഈ രണ്ടാണ് പ്രധാനമായിട്ടുള്ള പേടി. പിന്നെയുണ്ട് കേട്ടോ ഒരുപാട് അസുഖങ്ങൾ വേറെയും വരുന്നുണ്ട്. ഈ അസുഖങ്ങളാവുമോ അസുഖങ്ങളാവുമോ എന്നുള്ളത്. ഇതിന്റെയൊക്കെ കാരണം അസുഖങ്ങളെക്കാൾ കൂടുതലായിട്ട് അസുഖങ്ങളെ കുറിച്ചുള്ള പേടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കുള്ള അസുഖങ്ങള് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ കുറച്ചാണ്. നമ്മൾ പഠനങ്ങൾ നടത്തി എടുത്തു നോക്കുകയാണെങ്കിൽ അസുഖങ്ങളെ കുറിച്ചുള്ള പേടിയാണ് വലിയ പ്രശ്നമായിട്ട് വരുന്നത്. അസുഖങ്ങളെ കുറിച്ചുള്ള പേടി, അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർ BM ഹെഡ്ഗെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർണാടകയിലെ വൈസ് ചാൻസലർ ആയിരുന്നു അദ്ദേഹം. യൂണിവേഴ്സിറ്റിന്റെ വൈസ് ചാൻസലർ ആയിരുന്നു ഡോക്ടർ BM ഹെഡ്ഗെ. അദ്ദേഹം കുറച്ച് ആൾക്കാരും ഫ്രാൻസിൽ നടത്തിയ ഒരു പഠനത്തില് ഹൃദയ സംബന്ധമായിട്ട് ഹാർട്ടിന്റെ ബ്ലോക്ക് ഉണ്ട്, ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, സർജറി ചെയ്യണം അല്ലെ? ഹാർട്ടിന് ബ്ലോക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒന്നെങ്കിൽ അവര് ബൈപ്പാസ് സർജറി ചെയ്യും, അല്ലെങ്കിൽ ഇന്നിപ്പോ ബലൂൺ അകത്തേക്ക് ഇടുന്ന ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതും ചെയ്യും. ഫ്രാൻസിൽ നടത്തിയ പഠനത്തിൽ അവർ ഇത്തരത്തില് സർജറിക്ക് വേണ്ടി വിധിച്ച കുറെ പേഷ്യൻസിനെ അവരുടെ ബാക്കിയുള്ളവരുടെ സമ്മതത്തോടെ തന്നെ പഠനം നടത്തി. കുറച്ച് അതിൽ 3 ഗ്രൂപ്പായിട്ട് അവർ തിരിച്ചു. ഒന്നാമത്തെ ഗ്രൂപ്പിന് അവര് നോർമലി സർജറി ചെയ്തു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ ഗ്രൂപ്പിന് അവർക്ക് സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജറി ചെയ്തില്ല, അവർ അങ്ങനെ തന്നെ വീട്ടിലേക്ക് സർജറി ഒക്കെ ചെയ്തു, ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. മൂന്നാമത്തെ ടീമിനെ മരുന്ന് കൊടുത്ത് പറഞ്ഞു വിട്ടു. 6 മാസം നടത്തിയ പഠനത്തില് മനസ്സിലായത് ഈ സർജറി ചെയ്ത ആളുകൾക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി, അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി. സർജറി ചെയ്യാതെ ഒക്കെ നടന്നിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയ ടീമിന് എല്ലാവരും ഹെൽത്തിയാണ്, അവർക്ക് ഒരു കുഴപ്പവുമില്ല. പ്രശ്നം വരുന്നത് ഇതിനെ കുറിച്ചുള്ള പേടിയാണ്, അതിനെ കുറിച്ചുള്ള ആ അസുഖം എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ള നിരന്തരമായ ഭയം. ഇത് ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ, നമ്മൾ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ചില വീഡിയോസിന്റെ ഈ പുറത്തുള്ള തമ്പനയിൽ എന്ന് പറയും, ആ സംഭവം വായിക്കാൻ തന്നെ ഒരു ഇതാണ്. എന്താ, 10
നിങ്ങൾക്ക് ക്യാൻസർ വരുന്നത് 10 വർഷം മുന്നേ 20 വർഷം മുന്നേ കണ്ടെത്താനുള്ള 10 ലക്ഷണങ്ങൾ, വളരെ മുന്നേ തന്നെ കണ്ടെത്താനുള്ള ഒരുപാട് ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാണ്ട് ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ഈ വീഡിയോസ് നിരന്തരം കണ്ടിട്ട് ഇതില് ഏതെങ്കിലും പ്രശ്നങ്ങൾ എനിക്കുണ്ടോ, ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് അധികം ആൾക്കാരും ചെയ്യുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സിംറ്റം കണ്ടെത്തിയാല് കയ്യില് കറുത്തൊരു പാടുണ്ട്, ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യത, അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാണ്. ഇതിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് ബയോളജിയില് നമ്മളെ മെഡിക്കൽ നമ്മുടെ ശരീരത്തിലെ എന്ത് സംഭവങ്ങൾ നിങ്ങൾ പറഞ്ഞാലും കണക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് 2+2 എന്ന് പറഞ്ഞാൽ 4 എന്നുള്ളത്, അല്ലെ? പക്ഷെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. നമ്മൾ ഏകദേശം ഭൂരിഭാഗം ആൾക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ശരീരം എന്ന് പറഞ്ഞാണ്ടാണ് ശരീരത്തെ പഠിക്കുന്നത്. പക്ഷെ അത് ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമായിരിക്കും. സർജറി ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ അറിയാമെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് സ്കാൻ ചെയ്യും. അത് എന്തിനാണെന്ന് വെച്ചാല് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം വ്യത്യസ്തമാണ്. നിങ്ങളുടെ ശരീരമല്ല എന്റെ ശരീരം. അത് നമ്മൾ പുറത്തേക്ക് കാണുന്ന സംഭവങ്ങളിൽ മാത്രമല്ല കേട്ടോ. നമുക്ക് പുറത്തേക്ക് കാണുന്ന സംഭവങ്ങൾ നമുക്കറിയാം, ഫേസ് വ്യത്യാസമുണ്ട്, അല്ലെ? നമ്മുടെ തലമുടി വ്യത്യാസമുണ്ട്, നമ്മുടെ ശരീരം മൊത്തത്തിൽ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ അകത്തും വ്യത്യാസമുണ്ട്. ഈ പുറത്ത് എന്തൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നോ, ചിലര് തടിച്ചിരിക്കുന്നു, ചിലര് അത്ര തടിയില്ല, ചിലര് മെലിഞ്ഞിരിക്കുന്നു, ഇതേപോലെ നമ്മുടെ ശരീരത്തിന്റെ അകത്തും മൊത്തം ഘടനയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ മൊത്തത്തില് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല ഇതിങ്ങനെ ആയതുകൊണ്ട് ഈ അസുഖം വരുമെന്നോ. ഒരു ഏകദേശം പറയാ എന്നതിനപ്പുറം നമുക്കിത് കംപ്ലീറ്റ്ലി പറയാൻ സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ഡാറ്റകൾ എടുത്താണ്ട് ഇത് ക്യാൻസറിനുള്ള ലക്ഷണം, ഇത് കിഡ്നി കംപ്ലൈന്റിനുള്ള ലക്ഷണം എന്ന് പറഞ്ഞ് ആ അസുഖത്തിന് വേണ്ടി കാത്തിരുന്നോണ്ടിരുന്നാലേ ആ അസുഖം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത അവിടെ കൂട്ടുന്നു എന്നല്ലാതെ അതുകൊണ്ട് ഒരു ബെനിഫിറ്റും നമുക്ക് കിട്ടാനില്ല. ഈ IBS പേഷ്യൻസ് ഒക്കെ നിരന്തരം 3 മാസം അല്ലെ 6 മാസത്തിനുള്ളിൽ എൻഡോസ്കോപ്പി ചെയ്ത് നിങ്ങൾ ടെസ്റ്റ് എടുത്തത് കൊണ്ട് എന്ത് ഉപകാരമാണ് കിട്ടാനുള്ളത്? ഇതിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ശരിക്ക് യഥാർത്ഥമായിട്ടുള്ള അവയർനെസ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. ശരിക്കുള്ള അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ മുന്നത്തെ സെഷനിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4th സ്റ്റേജ് ക്യാൻസർ എന്ന് വരെ മൈൻഡ് നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വിൽ പവർ കൊണ്ട് തിരിച്ചു വന്ന പോരാളികളുള്ള ഈ ഭൂമിയിൽ ശരിക്കും അവരാണ് നമ്മുടെ പോരാളികൾ. നമ്മൾ മാതൃകകളാക്കി വെക്കേണ്ടത്. ഇനി ഒരു തിരിച്ചു വരവില്ല ലൈഫിലേക്ക് എന്ന് പറഞ്ഞ ഒരുപാട് പേര്, എനിക്ക് എക്സാമ്പിൾസ് എണ്ണി എണ്ണി പറയാൻ പറ്റും, തിരിച്ചു വന്നിട്ടുണ്ട്. ലങ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞാല് ആ ക്യാൻസറിനെ ഗണത്തിൽ ഏറ്റവും അങ്ങേ അറ്റാണ്. ഇനി ഒരു ലൈഫിലേക്ക് തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞ് മയോ ക്ലിനിക് നടക്കം, മയോ ക്ലിനിക്കുകൾ കേട്ടിട്ടില്ലേ? ജസ്റ്റ് കമന്റ് മയോ ക്ലിനിക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതിന്റെ മുന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മയോ ക്ലിനിക്, അമേരിക്കയിലുള്ള മയോ ക്ലിനിക്. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖം ഉണ്ടായാലേ നേരെ അമേരിക്കയിലേക്ക് കയറാണെന്ന് പറയും. യെസ്, അവര് പോകുന്നത് ഈ മയോ ക്ലിനിക്കിലേക്കാണ്. അവിടെ നിന്നും ഇനി ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞ രാംദാസ് വണ്ടി കയറിയത് ഇന്ത്യയിലേക്കായിരുന്നു. അവയർനെസിന്റെ പവറിൽ എന്റെ ശരീരത്തിലെ മാറ്റ്, എന്റെ ശരീരം എന്ന് പറഞ്ഞാല് എന്റെ വയറുകള് ഓരോ ആഴ്ചയിലും പുതുതായിട്ട് മാറി വരുന്നുണ്ട്. വയറിലെ ഉള്ളിലെ കോശങ്ങള് നമ്മളൊന്നും അറിയുന്നില്ല. നമ്മുടെ ശരീരം കംപ്ലീറ്റ് ആയിട്ട് 1 വർഷം സമയം എടുക്കുന്നില്ല, അതിന്റെ മുമ്പ് കംപ്ലീറ്റ്ലി മാറി വരുന്നുണ്ട്. അതിന്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് വർക്ക് നടക്കുമ്പോൾ വേറെ സ്ഥലത്ത് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കും, അല്ലെ? നമ്മുടെ വീട്ടിന്റെ ഉള്ളില് വീട്ടുപണി ഉണ്ടാവുമ്പോ നമ്മള് വീട്ടിൽ എന്താ സംഭവിക്കുക? അടുക്കള കുറച്ച് ഇങ്ങോട്ട് മാറ്റും, അങ്ങോട്ട് മാറ്റും, അല്ലെ? അതേപോലെ തന്നെ ബാക്കി കിടക്കുന്നത് കുറച്ച് ഇങ്ങോട്ട് മാറ്റും, അവിടെ വർക്ക് നടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ അങ്ങോട്ട് കയറും, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വർക്ക് എടുത്തും.
അതേപോലെ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് പുതിയ കോശങ്ങൾ വരുന്നുണ്ട്, പഴയതിനെ ഒഴിവാക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമ്മുടെ ശരീരം പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ അസുഖങ്ങൾ മാറുന്നില്ല, ബുദ്ധിമുട്ടുകൾ തീരാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഒരുപാട് നെഗറ്റിവിറ്റികള്, നെഗറ്റീവ് ബിലീഫുകള്, നെഗറ്റീവ് ചിന്തകള് പുതുതായിട്ട് ഉണ്ടായി വരുന്ന കോശങ്ങളിലും കുഞ്ഞു കുഞ്ഞു കോശങ്ങളിലേക്കും നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു എനർജിയാണ്. ആരോഗ്യത്തിന്റെ ചിന്തകളല്ല നമ്മൾ കൊടുക്കുന്നത്. ആരോഗ്യ ചിന്തകൾ എന്ന് പറഞ്ഞാണ്ട് നമ്മൾ അസുഖങ്ങളെ കുറിച്ചാണ് വീണ്ടും ചിന്തിക്കുന്നത്. അസുഖങ്ങൾ പേരിട്ട് വിളിക്കുകയാണെങ്കിൽ ഒരു 3000-4000ത്തോളം അസുഖങ്ങളുണ്ട്. ഇത് ഓരോന്നും എടുത്ത് ഈ അസുഖം എനിക്കുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങിയാൽ എവിടെയെങ്കിലും എത്തുമോ നമ്മുടെ ലൈഫ്? നിങ്ങൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ഇപ്പൊ ഗൂഗിളിൽ, ഇപ്പൊ ചില ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ് ഗൂഗിളിൽ അടിച്ചു നോക്കും. ഈ സിംറ്റം എന്താണ്, അത് ഗൂഗിളിൽ അടിച്ചു നോക്കും. ഗൂഗിളിന് ഒരു സ്വഭാവം എന്താന്ന് വെച്ചാൽ അത് ഗ്രേഡ് അനുസരിച്ചാണ് അതിന്റെ സംഭവങ്ങൾ ഗ്രേഡ് ചെയ്യുക. എന്ത് സിംറ്റം, നിങ്ങൾക്ക് വയറുവേദന അടിച്ചു കൊടുത്തു, അതിനുള്ള സാധ്യതകൾ, വയറുവേദന എന്തുകൊണ്ടൊക്കെ വരാം, എന്തുകൊണ്ടൊക്കെ വയറുവേദന വരാം, ജസ്റ്റ് കമന്റ്. എന്തുകൊണ്ടൊക്കെ നമുക്ക് വയറുവേദന വരാൻ സാധ്യതയുണ്ട്? നമ്മളാണെങ്കിൽ ആദ്യം എന്താ പറയാ, വയറില് ഗ്യാസ് ട്രബിൾ കൊണ്ട് വരാം, പുകച്ചില് വരാം അല്ലെ? പക്ഷെ ഗൂഗിൾ ആദ്യം പറഞ്ഞു തരാം, ഗ്രേഡ് കൂടിയ ഐറ്റാണ് ഗൂഗിൾ ആദ്യം പറഞ്ഞു തരാം. ഗൂഗിളിന്റെ ഒരു അൽഗരിതം അങ്ങനെയാണ് സെറ്റ് ആക്കിയിരിക്കുന്നത്. വയറിലെ ക്യാൻസർ കൊണ്ടും വയറിൽ വേദന വരാം, ക്യാൻസർ. ഈ ഒരു ഫിയർ മനസ്സിലേക്ക് കയറ്റി വെച്ചിട്ടാണ് പിന്നെയുള്ള ലൈഫ് മൊത്തം ജീവിക്കുന്നത്. വൈറൽ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നം വരുമ്പോൾ ഈ ചിന്തയിലേക്കാണ് പോകുന്നത്. ഇത് മാറ്റണം, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എൻഡോസ്കോപ്പി എടുത്ത് നോക്കും. 3 മാസം കഴിയുമ്പോൾ വീണ്ടും വൈറൽ ബുദ്ധിമുട്ട് വരുമ്പോൾ വീണ്ടും എൻഡോസ്കോപ്പി എടുത്ത് നോക്കും. ഇത്തരത്തിലല്ല നമ്മൾ രോഗങ്ങൾ അതല്ലെങ്കിൽ ആരോഗ്യത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മൾ ആരോഗ്യത്തെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ല, വീണ്ടും വീണ്ടും അസുഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയുള്ളൂ. ഹെൽത്ത് ആങ്സൈറ്റി, ഇത് നമ്മൾ മൊത്തത്തിൽ പറയുന്ന ഒരു സംഭവം ഇതാണ്. ആരോഗ്യത്തെ കുറിച്ചുള്ള ഉത്കണ്ഠ, എനിക്ക് ആരോഗ്യമുണ്ടോ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ള ഉത്കണ്ഠ. ഇതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കേണ്ട അവയർനെസ്, ഏത് അസുഖമായിരുന്നാലും അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരാനുള്ള ശേഷി എന്റെ ശരീരത്തിന്, എന്റെ മനസ്സിനുണ്ട് എന്നുള്ളത് വെറുതെ പറയുന്നല്ല കേട്ടോ. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, നിങ്ങളുടെ ചിന്തകളിൽ ആരോഗ്യത്തെ കുറിച്ചുള്ള, ഹാപ്പിനെസിനെ കുറിച്ചുള്ള ചിന്തകൾ നിങ്ങൾ നിറക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ബ്രെയിൻ ട്യൂമർ വരെ ചികിത്സിച്ച് ബ്രെയിൻ ട്യൂമർ വരെ മാറ്റിയെടുത്ത ആളുകളുടെ എക്സാമ്പിൾസ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇത് യഥാർത്ഥമായിരിക്കെ അങ്ങേ അറ്റത്തുനിന്ന് തിരിച്ചു വന്ന ആളുകളുടെ എക്സാമ്പിൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കെ നമ്മൾ ഇല്ലാത്ത അസുഖങ്ങൾ ആലോചിച്ച് അതിനെക്കുറിച്ച് പേടിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് എത്ര മണ്ടത്തരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആദ്യം ചെയ്യേണ്ടത് ഹെൽത്ത് അവയർനെസ് എന്ന് പറഞ്ഞ് ആരോഗ്യ ഭയം നിങ്ങളിലേക്ക് ജനിപ്പിക്കുന്ന ഒരുപാട് ഇൻഫോർമേഷൻസ്, അത് നിങ്ങൾ ഡെയിലി എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്നത്, അതിലേക്ക് നോക്കിയിരിക്കുന്നത്, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റി വെക്കുക. അത് അവസാനിപ്പിച്ചാൽ മാത്രമേ, അതല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലെ? എന്നിട്ട് ഉറപ്പിക്കാണ് ഇത് എന്റെ അസുഖം അതല്ലെന്ന് ഉറപ്പിക്കാനുള്ള കാര്യങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബയോളജിയിൽ നമ്മുടെ മനുഷ്യരുടെ ശരീരം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് 100% പറയാൻ പറ്റില്ല. 100% ഒരു കാര്യവും പറയാൻ പറ്റില്ല ഈ അവയർനെസ് ഒഴിച്ച്. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഈ ശരിയായ അവയർനെസ് നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് കൊടുത്താൽ നിങ്ങളുടെ ഏത് അസുഖവും മാറി വരും. ഇത് മാത്രമാണ് സത്യമായിട്ടുള്ളത്. ബാക്കിയുള്ള എന്ത് സംഭവം വെച്ചാലും അത് നമ്മളെ മനസ്സിൽ കണക്കിൽ പറയും പ്രോബബിലിറ്റി എന്ന്, സാധ്യതാ സിദ്ധാന്തം. അതേപോലെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതാണ് യഥാർത്ഥമായിട്ട് നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കേണ്ട ശരിയായിട്ടുള്ള അവയർനെസ്. ഈ അസുഖങ്ങൾ ഏത് ഘട്ടത്തിലായിരുന്നാലും നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ള അവയർനെസ്.
പക്ഷെ അങ്ങനെയല്ല. ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല. ഏത് ചെറിയ അസുഖമായിരുന്നാലും അത് എങ്ങനെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം, അതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം, അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്, അതിനെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത്. നിങ്ങൾ ഈ ടെൻഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം അറിയോ നിങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിൽ എന്നും എന്നും ക്യാൻസർ കോശങ്ങൾ ശരീരത്തിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെ നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് അതിനൊക്കെ കണ്ടുപിടിച്ച് എവിടെയാണ് ഉണ്ടായത് അവിടെ നിന്ന് തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ രോഗപ്രതിരോധ സംവിധാനം ശരിയായിട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ സ്വയം പ്രതിരോധ സംവിധാനം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ വരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് നമ്മൾ വീണ്ടും കൊടുക്കുന്ന സ്ട്രെസ്സുകളാണ്. നമ്മൾ ഓവർ സ്ട്രെസ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ നിന്നും കോർട്ടിസോള്, ബാക്കിയുള്ള ഒരുപാട് നമ്മൾ നെഗറ്റീവ് ഹോർമോൺസ് എന്ന് പറയും, അത് നമ്മുടെ ശരീരത്തിൽ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. അത് നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ സംവിധാനത്തെ താറുമാറാക്കും, അതിന്റെ പ്രവർത്തനത്തെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതാക്കും. ഓക്കെ, ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? ഞാൻ അതിന്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഭയങ്കര ഡീറ്റെയിൽഡ് ആക്കി പറയാത്തത്. ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? ഇതിൽ ഡൗട്ട്സ് ഇല്ലല്ലോ? പക്ഷെ ഇത് അധിക പേർക്കും പറഞ്ഞങ്ങ് വിശ്വസിക്കില്ല. ഇതാണ് സത്യം എന്ന് പറഞ്ഞാൽ അങ്ങ് മനസ്സിന്റെ ഉള്ളിലേക്ക് കയറില്ല. കാരണം നമ്മൾ ഇങ്ങനെ വലിയ വലിയ കൊട്ടാരങ്ങൾ കെട്ടിവെച്ചിട്ടുണ്ട് അസുഖങ്ങളെ കുറിച്ച്. അസുഖങ്ങളെ കുറിച്ചുള്ള ആ വലിയ കൊട്ടാരങ്ങളാണ് നമ്മുടെ മനസ്സിന്റെ അകത്തുള്ളത്. അതൊക്കെ ഇടിച്ചു പൊളിച്ച് കളയുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറ്റില്ല. പകരം ഈ യഥാർത്ഥമായ അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവസാനിക്കും. ഹെൽത്ത് ആങ്സൈറ്റി ഇതേപോലെ തന്നെ ഈ ഒരു വൈറൽ അസുഖങ്ങൾ മാത്രമല്ല, ഒരുപാട് അസുഖങ്ങളിൽ എനിക്ക് എന്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഗൂഗിൾ ചെയ്ത് നോക്കി, അതിനെക്കുറിച്ച് യൂട്യൂബിൽ പഠിച്ച് ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിരുന്ന യൂട്യൂബിലെ വീഡിയോസ് എടുത്തു നോക്കിയാലേ, ഈവൻ ഡോക്ടേഴ്സിന്റെ അടക്കം എന്ന് പറയുന്ന വീഡിയോസ് എടുത്തു നോക്കിയാലും, പക്ഷെ ഇതിൽ എന്താന്ന് വെച്ചാലല്ലേ, പലതും കമ്പനീസ് ആണ്. നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന പല വീഡിയോസും അത് ഡോക്ടേഴ്സിന് സ്ക്രിപ്റ്റ് കൊടുക്കുന്നതാണ്. അവരോട് ഇന്ന സംഭവം ഉണ്ട്, നിങ്ങൾ ഇത് പറയൂ. വീട്ടിലെ ഇപ്പൊ ഉള്ള പ്രധാന ഒരു ട്രെൻഡിങ് ഇതാണ്, വീട്ടിലെ ഈ ഒരു ചെറിയ സംഭവം നിങ്ങൾ കഴിച്ചാൽ മതി, നിങ്ങളുടെ അസുഖങ്ങൾ പൂർണ്ണമായിട്ടും മാറിപ്പോവും. അല്ലെ, ഈ ഒരു ചെറിയ ഘടകം മതി, നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടിയാവും. ഒറ്റയടിക്ക് ക്ലിക്ക്, നമ്മൾ ക്ലിക്ക് ബൈറ്റ് എന്നാ പറയാ, ആ കാണുമ്പോൾ നിനക്ക് തുറന്നു നോക്കാനുള്ള. അപ്പൊ ഇത് കണ്ടിട്ട് ഈ അസുഖങ്ങളെ കുറിച്ച് ഇതിങ്ങനെ 24 hours ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് എടുത്ത് നോക്കുമ്പം ഇത്തരം വീഡിയോസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ അത് ഒഴിവാക്കണം. അത്തരം വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നോണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഹെൽത്ത് കിട്ടാനില്ല. ഇത് ഒറ്റയടിക്കൊന്നും പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ ഈ അസുഖം അങ്ങനെയല്ലേ, അത് ഇങ്ങനെയല്ല, ഇത് പാരമ്പര്യമല്ലേ, ഈ അസുഖത്തിന്റെ കാരണങ്ങൾ എങ്ങനെയല്ലേ എന്നുള്ളത്. നിങ്ങൾ ഒരൊറ്റ ചെറിയ എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു 5 വർഷം മുന്നേ നമ്മൾ നല്ല ഭക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞു, വളരെ നല്ല ഭക്ഷണങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണങ്ങളെ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് ശാസ്ത്രം എന്താണ് പറയുന്നത് ആ ഭക്ഷണ വസ്തുക്കളെ കുറിച്ച്? ഇന്നത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങളല്ല, അനാരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഭക്ഷണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്, ഇല്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെ ഇല്ലേ? ഇന്നലെ നമ്മൾ ഭയങ്കര ആരോഗ്യം എന്ന് പറഞ്ഞ ഒരുപാട് ഭക്ഷണ വസ്തുക്കള് ഇന്ന് ആരോഗ്യം ഇല്ലാത്ത ഭക്ഷണ വസ്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. തിരിച്ചും ഇന്നലെ നമ്മള് കൊള്ളില്ല, ഒട്ടും കൊള്ളില്ല എന്ന് പറഞ്ഞ ഭക്ഷണം ഇന്ന് മാറി. എന്തുകൊണ്ടാണ് ഇന്നലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? വേറെ ഒന്നുമല്ല, നമ്മള് ഓരോ കാര്യങ്ങൾ പറയുന്നത്, ശരി തെറ്റുകളെ ശാസ്ത്രലോകത്ത് തീരുമാനിക്കുന്നത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ പഠനങ്ങളുടെ രസം എന്താ വെച്ചാല്, ഇതിൽ ഓരോ പഠനം നടത്താനും അത്രയും ചെലവുണ്ട്, വലിയ ചെലവുള്ള സംഭവമാണ് പഠനങ്ങൾ നടത്തുക എന്നുള്ളത്.
ആര് ഫണ്ട് കൊടുക്കുന്നോ, ആരാണ് സ്പോൺസർ ചെയ്യുന്നത്, അതിനനുസരിച്ച് പഠനങ്ങൾ മാറും. ഒരുപാട് കാലം മുന്നേ വരെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, അല്ല, ഒരു 1-2 വർഷം മുന്നേ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഓട്സ് വളരെ നല്ല ഭക്ഷണമാണ്, നിങ്ങളൊന്ന് ചോറ് കഴിക്കേണ്ട ഓട്സ് കഴിക്കൂ എന്നുള്ളത്. ഇന്ന് വീണ്ടും തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ഓട്സ് അത്ര ഹെൽത്തി ഭക്ഷണമല്ല, അതില് കുറെ ടോക്സിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അധികം കഴിക്കണ്ട എന്നുള്ളത്. ഇന്നലെ നടത്തിയ പഠനം എന്തായിരുന്നു? ഇന്നലെ നമ്മുടെ മുന്നിൽ 1-2 പഠനമായിരുന്നില്ല കേട്ടോ, 10-200ഓളം ഓട്സിന്റെ അത്ഭുത ഗുണഗണങ്ങൾ എന്ന് പറഞ്ഞ പഠനങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ സ്പോൺസർ ചെയ്തത്, അതിനൊക്കെ പൈസ കൊടുത്തത്, ഫണ്ട് ഫണ്ട് കൊടുത്ത് പഠനം നടത്തിച്ചത് ക്വാക്കർ ഓട്സ് എന്ന കമ്പനി ആയിരുന്നു. ഇതേപോലെയാണ് നിങ്ങൾ അമിതമായിട്ട് ഈ പഠനങ്ങൾ, ഈ ഇൻഫോർമേഷൻ തപ്പി പോകാൻ തുടങ്ങിയാല് ഇതിൽ അധികവും യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതൊന്നല്ല യഥാർത്ഥമായിട്ടുള്ള ആരോഗ്യം നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടില്ല. അത് നമ്മുടെ അകത്ത് നിന്ന് ഉണ്ടായി വരേണ്ട ഒരു സംഭവമാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഈ ഒരു സത്യം, ഈ ഒരു ബോധ്യം നിങ്ങൾ എന്ന് നിങ്ങളുടെ മനസ്സിന്റെ അകത്തേക്ക് കൊടുക്കുന്നോ, അന്നേ നമുക്ക് ശരിയായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവാൻ പറ്റുള്ളൂ. നിങ്ങളുടെ മനസ്സിന്റെ ട്രോമകൾ ഹീൽ ചെയ്ത് മനസ്സ് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ആരോഗ്യത്തിലേക്ക് നടക്കാതെ നിങ്ങൾ ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി ഒരുപാട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് ആരോഗ്യം കിട്ടില്ല. നിങ്ങൾ ആരോഗ്യം കിട്ടാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ ചെയ്യാ, ബുദ്ധിമുട്ടുണ്ട്, മരുന്ന് കൊടുക്കുന്നു, അല്ലെ? നമുക്ക് അത്ര ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല, നിങ്ങളുടെ മാനസികാരോഗ്യം ശ്രദ്ധിച്ചില്ല, നിങ്ങൾ വീണ്ടും നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നോ, ഈ മരുന്ന് ഫലിക്കുന്നില്ല, വീണ്ടും നിങ്ങൾ അസുഖം കൂടി വരുന്നു, എന്ത് ചെയ്യണം? അടുത്ത ഡോസുള്ള മരുന്ന് എഴുതി തരും. ഇതിന്റെ ഉത്തരവാദി, നമ്മുടെ അസുഖങ്ങളുടെ, പ്രശ്നങ്ങളുടെ, നമ്മുടെ ബുദ്ധിമുട്ടുകളുടെ ഉത്തരവാദി നമ്മുടെ ചുറ്റുപാടോ, എന്നെ ജനിപ്പിച്ച പേരൻസ്, അല്ലെ, ജനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ട് വന്ന അസുഖങ്ങളാണ്. എന്റെ അസുഖങ്ങളുടെ കാരണം ഡോക്ടേഴ്സ് ആണ്, ഹോസ്പിറ്റലാണ്, അവരൊക്കെ ബിസിനസ് ആണ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടാൻ പോകുന്നില്ല, അസുഖങ്ങൾ മാറാൻ പോകുന്നില്ല. അതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാത്തിടത്തോളം കാലം നമ്മുടെ അസുഖങ്ങൾക്കുള്ള ഒരേ ഒരു ഉത്തരവാദി നമ്മളാണ്. ഏത് അസുഖവും തിരിച്ചു കൊണ്ടുവരാനുള്ള ശേഷി നമ്മളെ പടച്ചു വിട്ടപ്പോ തന്നെ നമ്മുടെ ശരീരത്തിന് നൽകിയിട്ടുണ്ട്. സ്വയം പ്രതിരോധ സംവിധാനം അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ വിടാതെ, അതിനെ സ്ട്രെസ് അടിപ്പിച്ച്, അതിനെ ശരിയായ രീതിയിൽ കെയർ ചെയ്യാതെ നമ്മൾ കൊണ്ട് നടന്നിട്ട് അസുഖങ്ങൾ വരുത്തി വെച്ചിട്ട് നമ്മളെ ഉത്തരവാദികളെ, അസുഖങ്ങൾക്കുള്ള കാരണങ്ങളെ തപ്പിക്കൊണ്ട് നടക്കുകയാണ്. അത് നമ്മളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്ന് നിങ്ങൾ മാറ്റം വരുത്താൻ തയ്യാറാകുന്നോ, ഈ അവയർനെസ്, ശരിയായിട്ടുള്ള ബോധ്യം മനസ്സിലേക്ക് കൊടുക്കാൻ തയ്യാറാകുന്നോ, അന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കും. ആ മൊമെന്റ് മുതൽ നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ജീവിതം തുടങ്ങും. ഇതാണ് ഞാൻ ഫസ്റ്റ് സെഷൻ മുതൽ പറയാറുള്ള അവയർനെസ് എന്നുള്ളത്. അത് ഇന്ന അസുഖം, ആ അസുഖം, ഈ അസുഖം എന്നൊന്നുമില്ല കേട്ടോ. ആരോഗ്യത്തെ നശിപ്പിക്കുന്ന എന്ത് സംഭവങ്ങളും നിങ്ങൾ ആ അസുഖത്തെ പേരിട്ട് വിളിക്കുമ്പോ, മുന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളർത്താണ് ചെയ്യുന്നത്, അല്ലെ? ചെറിയ കുട്ടി ഉണ്ടായി, അതിനെ നമ്മൾ പേരിട്ട് വളർത്തുന്നത് പോലെ നിങ്ങൾ അസുഖങ്ങളെയാണ് പേരിട്ട് വളർത്തുന്നത്. പലപ്പോഴും പല അസുഖങ്ങളും, പ്രത്യേകിച്ച് ഇപ്പൊ മാനസിക പരമായിട്ടുള്ള സംഭവങ്ങളില്, ഒരേ അസുഖത്തിന് തന്നെ പല, അതായത് നമ്മൾ പേരിട്ട് വിളിക്കുന്ന അസുഖങ്ങളിൽ പലതും അപ്പുറത്തുള്ള അസുഖങ്ങളുടെ സിംറ്റംസ് ആയിട്ട് മാച്ച് ചെയ്യും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം. ഇതിന്റെ അപ്പുറത്ത് നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നോ, ആ ബുദ്ധിമുട്ട് എന്താണ്, അതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അല്ലാത്തിടത്തോളം സമയം പ്രശ്നം എന്താ സംഭവിക്കുക വെച്ചാല്, നമ്മൾ ഒരുപാട് ഇൻഫോർമേഷൻ, ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചില്ല, യൂട്യൂബിൽ നിന്ന് കിട്ടിയത്, കുറെ അയൽവാസികളുടെ അടുത്ത് നിന്ന് കിട്ടിയത്, സുഹൃത്തുക്കളുടെ നിന്ന് കിട്ടിയത്, അല്ലെ, അവരുടെയൊക്കെ എക്സ്പീരിയൻസ് അസുഖമായിട്ടുള്ള ഒരുപാട് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ അസുഖത്തിന് പേരിട്ട് വിളിക്കുമ്പം അതുമായിട്ട് മാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രശ്നം ഉണ്ടായാണ്ട് അവിടെ നാളെ ഈ ഒരാള് മരിച്ചുപോയി, മറ്റേ ആൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വന്നു, ശ്രദ്ധിച്ചൊയ്യ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് എക്കോകളായിരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക. അത് മാറ്റണം.
പകരമായിട്ട് നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത്ര മാറിയ പോലെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടാണ് നമുക്ക് വലുത്. ആ ഫീലിങ്സ് ആണ് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ ഡീറ്റെയിൽഡ് ആക്കി പറയുന്നില്ല, മുന്നത്തെ സെഷനിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? അതേപോലെ തന്നെ വൈറൽ പ്രശ്നങ്ങൾ IBS ആണെങ്കിൽ, IBS എന്ന് പറഞ്ഞ് ഒരുപാട് ഡാറ്റകൾ നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ആളുകൾക്ക് IBS മാറുന്നില്ല, മരുന്ന് കുടിച്ചിട്ടും മാറുന്നില്ല, ഭക്ഷണം ക്രമീകരിച്ചിട്ടും മാറുന്നില്ല. ഇതാണ് നിങ്ങളുടെ അകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചതെങ്കിൽ നിങ്ങൾ ആ പേര് തന്നെ ഒഴിവാക്കണം. വൈറൽ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടുണ്ടാവുന്നു? നമ്മുടെ തലയിലെ ഗഡ് ബ്രെയിൻ ആക്സിസിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വൈറൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. അത് നിങ്ങൾ എന്ന് ക്ലിയർ ചെയ്യുന്നോ അന്ന് വൈറൽ ബുദ്ധിമുട്ട് പൂർണ്ണമായിട്ടും മാറിപ്പോ. അത് നിങ്ങൾ ക്ലിയർ ചെയ്യാതെ ഓടി നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിന്റെ അറ്റം വരെ ഓടിയാലും, അല്ല ഓടി ഇങ്ങോട്ട് തിരിച്ചു വന്നാലും നിങ്ങളുടെ അസുഖം മാറില്ല, മാറിപ്പോവില്ല. നിങ്ങളുടെ അലർജി കംപ്ലൈൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനം തകരാറിലാണ്. ആ പ്രശ്നം അഡ്രസ് ചെയ്ത് മാറ്റാത്തിടത്തോളം കാലം നിങ്ങൾ ഏത് മരുന്നുകൾ കുടിച്ചാലും, നിങ്ങൾ ഒരു 20 വർഷം 30 വർഷം അതിനുള്ള മോണ്ടലൂക്കാസ്റ്റോ, സിട്രസിനോ ലിവോസിട്രസിനോ ഏത് മരുന്നെടുത്ത് കുടിച്ചാലും നിങ്ങളുടെ അലർജി മാറില്ല. നിങ്ങൾ പറയും അലർജി മാറാത്ത അസുഖമാണ് എന്നുള്ളത്. എന്തുകൊണ്ട് മാറുന്നില്ല? നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയെ, രോഗപ്രതിരോധ ശേഷിയെ മോഡുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടില്ല. അതിന്റെ പ്രശ്നത്തെ നിങ്ങൾ അഡ്രസ് ചെയ്തിട്ടില്ല. നിങ്ങൾ ലക്ഷണങ്ങളെ ചികിത്സിച്ചുകൊണ്ട് നടന്നു. ലക്ഷണങ്ങളെ ചികിത്സിച്ചാൽ അസുഖം മാറില്ല, വീണ്ടും വരും. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആണ്. ഈ സിമ്പിൾ കാര്യങ്ങൾ പറയുമ്പോൾ അധികം ആൾക്കാർ ഉൾക്കൊള്ളില്ല. നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, അല്ലെ? വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറികൾ വേണം, അതിന്റെ ബാക്കി സംഭവങ്ങൾ വേണം, എങ്കിലേ നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്യുള്ളൂ, മനസ്സിലാക്കാൻ ശ്രമിച്ചുള്ളൂ. വളരെ സിമ്പിൾ ആണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇത് എന്ന് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊള്ളുന്നു നമ്മുടെ ശരീരത്തിലേക്ക്. ബ്ലഡ് പ്രഷർ മാറുന്നില്ല, മാറാത്ത അസുഖമാണ്, ഒരിക്കൽ വന്നാൽ പിന്നെ മരുന്ന് കുടിക്കാതെ പിന്നെ പ്രശ്നം. ഇതൊക്കെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ആണ്. നമ്മൾ ബ്ലഡ് പ്രഷർ പൂർണ്ണമായിട്ട് മാറിപ്പോവണമെങ്കിൽ നിങ്ങളുടെ മാനസിക ടെൻഷൻ, ആങ്കർ വരുന്നത്, പിടിച്ചാൽ കിട്ടാത്ത ഇമോഷൻസ് വരുന്നത് നിങ്ങൾ മാറ്റാൻ വേണം. അത് എന്തുകൊണ്ട് വരുന്നു? അതിനെ അഡ്രസ് ചെയ്ത് ഹീൽ ചെയ്ത് ഒഴിവാക്കണം. എന്നാ ബ്ലഡ് പ്രഷർ നമ്മുടെ ശരീരത്തിന് അറിയാം, ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാന്, അല്ലെ? ഒരു ഓട്ടോമാറ്റിക് ടാങ്ക് വർക്ക് ചെയ്യുന്നത് പോലെ. ഓട്ടോമാറ്റിക് ടാങ്ക് എങ്ങനെ വർക്ക് ചെയ്യുക? അതിന്റെ വെള്ളം ഉയരത്തിലേക്ക് വരുന്ന അനുസരിച്ച് അതിൽ സെൻസറുകൾ ഉണ്ടാവും. ആ സെൻസറുകൾ ഓൺ ആവും, വെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തും, അല്ലെ? അതേപോലെയാണ് ഓട്ടോമാറ്റിക് ടാങ്ക് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ സെൻസറുകൾ വർക്കായി ബ്ലഡ് പ്രഷർ ഓട്ടോമാറ്റിക്കലി കുറക്കാനുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. അതിന് തിരിച്ച് ജീവൻ കൊടുക്കുക, അതിന്റെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അങ്ങനെയെങ്കിൽ മാത്രമേ പ്രശ്നം തിരിച്ചു വരികയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് പുതിയ വരുന്ന ഹോസ്പിറ്റലുകളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തും ഒരു സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുപോയി വെക്കാനുള്ള കാരണം, എന്തൊക്കെ ചെയ്തിട്ടും, വലിയ വലിയ സർജറികൾ ചെയ്തിട്ടും അസുഖങ്ങൾ മാറുന്നില്ല, അത് അവിടെ തന്നെ കിടക്കുന്നു. മാനസികപരമായിട്ടുള്ള ടെൻഷൻ, ബാക്കി പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങളെ തീർന്നു പോവാതിരിക്കാനുള്ള, അവസാനിക്കാതിരിക്കാനുള്ള കാരണം കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ഡൗട്ടുകൾ ഉണ്ടോ? ഇന്നത്തെ സെഷൻ നമുക്ക് നിർത്താം. ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ അല്ലേ? അത് ഏത് അസുഖമായിരുന്നാലും കേട്ടോ. ഫസ്റ്റ് ടൈം നമ്മുടെ ക്ലാസ്സിന് വരുന്ന ആളുകളുണ്ടോ? ഓക്കെ, സജേഷ് ക്ലിയർ. ഇതാണ് യഥാർത്ഥമായിട്ടുള്ള അവയർനെസ്. അതേപോലെ നമ്മുടെ ഓഫ്ലൈൻ സെഷൻ കാലിക്കറ്റ് വെച്ച് സെപ്റ്റംബർ 8 നടക്കുന്നുണ്ട്. EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് അറിയാം, അഡ്രസ്സ് ചെയ്ത്, ചിലർക്കൊക്കെ അറിയാം അഡ്രസ്സ് ചെയ്തത് ഒഴിവാക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ അത് സാധിക്കുന്നില്ല. അതിലേക്ക് പിറകോട്ട് പിടിച്ചു വലിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മുടെ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ്,
പാസ്റ്റ് ലൈഫിൽ നമുക്കുണ്ടായിരുന്ന നെഗറ്റീവ് ഓർമ്മകള് ചിന്തകളും ഒക്കെയാണ്. ഇതിനെ എങ്ങനെ എഫക്റ്റീവായിട്ട് ഹീൽ ചെയ്യാം, അതിനുള്ള ഒരുപാട് ഞാൻ അന്വേഷിച്ച് നടന്നൊരു സംഭവമാണ് NLP. ഒരുപാട് ഇതേപോലത്തുള്ള മെത്തേഡ്സിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു മെത്തേഡാണ് EFT, ഇമോഷണൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് എന്നുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങളെ എഫക്റ്റീവായിട്ട്, ആ ട്രോമകളെ, പ്രശ്നങ്ങളെ ഹീൽ ചെയ്യാനുള്ള തെറാപ്പിയാണ് EFT എന്നുള്ളത്. ബാക്കിയുള്ള തെറാപ്പീസ് പോലെയല്ല. ഇതിന്റെ ഒരു പ്രത്യേകത, 2-3 അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളത്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ CBT ആയിരുന്നാലും അവരുടെ പ്രശ്നങ്ങളെ കേട്ട് അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുകയാണ്. EFT അങ്ങനെയല്ല. EFT ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ സ്വയം ഹീൽ ചെയ്തെടുക്കാനുള്ള ഇന്നർ എനർജി, അതിനുള്ള ഒരു ശേഷി അവർക്ക് കൊടുക്കുകയാണ് EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ട്രോമകള് ബ്രെയിൻ്റെ 2 ഏരിയാസും ആക്ടിവേറ്റ് ആക്കുന്നത് വഴി നമ്മുടെ ട്രോമകൾക്ക് ഭാരം കുറച്ച്, ട്രോമ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള നമ്മളെ പിറകോട്ട് വലിക്കുന്ന നെഗറ്റീവ് എക്സ്പീരിയൻസ്, അങ്ങനത്തെ സംഭവങ്ങൾ, അതിനെ ഹീൽ ചെയ്തെടുക്കാനുള്ള EMDR, 2 ബ്രെയിൻ ഏരിയാസും ആക്ടിവേറ്റ് ചെയ്തുള്ള മെത്തേഡ്. ഇതടക്കമുള്ള 1 ഡേ വർക്ക്ഷോപ്പാണ് EFTയുടെ കാലിക്കറ്റ് വെച്ച് നമ്മൾ നടത്തുന്നത് സെപ്റ്റംബർ 8-ന്. കുറെ പേരൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ വിടും. ഓക്കെ, ക്ലിയർ അല്ലേ?